ഇത്തവണത്തെ സംസ്ഥാന ഇക്കണോമിക് റിവ്യൂ എടുത്താൽ ഒരു കാര്യം വ്യക്തമാകും. ഉൽപാദനത്തിൽ 2 മേഖലകളിലാണ് കേരളം ദേശീയ ശരാശരിയേക്കാൾ മികച്ചു നിൽക്കുന്നത്. അത് ചെങ്കുട്ടവന്റെ 2ാം നൂറ്റാണ്ട് മുതലുള്ള ഭക്ഷ്യമേഖലയിലാണ്. സംസ്ഥാനത്ത് മൊത്തം തൊഴിലിന്റെ 29.5% നൽകുകയും ഉൽപാദനത്തിന്റെ 15% ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്നാണ്. 2 മാനദണ്ഡത്തിലും ദേശീയ ശരാശരിയേക്കാൾ മുകളിലുമാണ്. അന്ന് തടി ഉരുപ്പടിയായിട്ടാണ് വിറ്റത് എങ്കിൽ ഇന്ന് പ്ലൈവുഡ് ഉൾപ്പെടെയുള്ള മേഖലകൾ അക്കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. തൊഴിലിലും ഉൽപാദനത്തിലും ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം. അടുത്തത് ഇവിടെ പണിയെടുക്കുന്നവർക്ക് എന്തു കിട്ടും എന്നതാണ്. കഴിഞ്ഞ 8 വർഷത്തെ കണക്കെടുത്താലും രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം ശരാശരി 735 രൂപ നൽകുമ്പോൾ 2ാം സ്ഥാനത്തെ കശ്മീർ 535, 3ാം സ്ഥാനത്തെ തമിഴ്നാട് 519 എന്നിങ്ങനെയാണ്. വ്യവസായവൽക്കരിക്കപ്പെട്ട മഹാരാഷ്ട്ര നൽകുന്നത് 309 രൂപ മാത്രമാണ്. പണിയെടുക്കുന്നവന് മാന്യമായ കൂലി കൊടുക്കുന്നതിൽ ബംഗാളിയാണോ അസമീസ് ആണോ എന്ന് ഇവിടെ വേർതിരിവില്ല. അങ്ങനെ നൽകാൻ കഴിയുന്നത് ഇവിടെ അതിനുള്ള വളർച്ച ഉള്ളതുകൊണ്ടാണ്. മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട് എവിടെ നിൽക്കുന്നുവെന്ന് നേതാക്കൾ തമ്മിൽ കലഹിച്ച് തീരുമാനിക്കട്ടെ.